ഹെയർ ഗ്രോത്ത് ജേർണി പറയും. 6th സ്റ്റാൻഡേർഡ് വരെ എൻ്റെ ഈ ഒരു ബോബ് കട്ടായിരുന്നു. ആ പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ നാട്ടിലാണ് കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പോപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നെ സാറില്ല, ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം, ഏതെങ്കിലും വ്ളോഗിൽ കാണിച്ചു തരാം നാട്ടിൽ പോകുമ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ക്ലാസിക്കൽ ഡാൻസിലോട്ട് ഭയങ്കര അങ്ങോട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാർ കുറച്ച് ദേഷ്യപ്പെട്ടു തുടങ്ങി എൻ്റെ ഹെയർ സ്റ്റൈൽ. ബിക്കോസ് ഡാൻസ് നല്ലോണം കളിക്കും, പക്ഷേ ഇത് എന്ത് ചെയ്യാൻ, മുടി കെട്ടാൻ അവർക്ക് പറ്റണില്ല. ഇവിടെ നിന്ന് എനിക്ക് ബാങ്ക്സ് ഒക്കെ വരണം, യുനോ. സോ അവർ കുറച്ച് ദേഷ്യപ്പെട്ടു. പിന്നെ ഫൈനലി മമ്മി ഡിസൈഡ് ചെയ്തു ദാറ്റ് നോ, സാരില്ല, ഇനി നമുക്ക് മുടി ഇങ്ങനെ വെട്ടിക്കണ്ട. ആക്ച്വലി ഇപ്പം ഞാൻ മിസ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നില്ല കഴിച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ബോബ് കട്ട് സൂട്ടാവും, പക്ഷെ ഞാൻ വെട്ടാൻ പോണില്ല. ഐ ലവ് മൈ ഹെയർ. ഓക്കെ, ലവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇത്രയായിരുന്നു മുടി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മുടി വളർത്തി തുടങ്ങി. ഞാനൊരു 10th സ്റ്റാൻഡേർഡ് വരെ കണ്ടിന്യൂസ്ലി ബ്രേഡിലായിരുന്നു. ഇങ്ങനെ കെട്ടില്ലേ നമ്മൾ, റിബൺ വെച്ചിട്ട് ഇങ്ങനെ കെട്ടണ ഒരു ഹെയർ സ്റ്റൈൽ. യെസ്, അതായിരുന്നു 10th സ്റ്റാൻഡേർഡ് വരെ. പിന്നെ 11th സ്റ്റാൻഡേർഡിൽ ഞാൻ ബ്രേഡായിരുന്നു. എനിക്ക് മുടി തുറക്കാൻ, മുടി പോണിയായിട്ട് കെട്ടാൻ, അഴിച്ചിടാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കണ്ണ് കിട്ടുന്ന മേടിച്ചിട്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ ഇപ്പോഴും നിങ്ങൾ കണ്ടോ, മിക്ക സമയത്തും ഞാൻ ഇങ്ങനെ മുടി തുറന്നിട്ടിട്ട് വീഡിയോയിലിരിക്കുന്നതാണ്. പുറത്ത് പോകുമ്പോൾ ഞാൻ എപ്പോഴും മുടി കെട്ടിയാൽ വെക്കാറുള്ളൂ മിക്ക സമയത്ത്. ആയിരുന്നു റോൾ അടിക്കാൻ 1-2 പ്രാവശ്യം ഞാൻ 11th 12th ഇങ്ങനെ പോണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു ഏകദേശം ആ സമയത്ത് എൻ്റെ ലുക്ക് ഇട്ട്. ഞാൻ കൂടുതൽ അങ്ങോട്ട് മാറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നണത്. ആ സമയത്ത് നല്ല മുടിയായിരുന്നു. കാരണം 10th വരെ നന്നായിട്ട് ഇങ്ങനെ നമ്മളിവിടെ എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസം തല കഴുകാറുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, മിക്ക ആൾക്കാരും ഇവിടെ അങ്ങനെ ആയിരുന്നു. പാരൻസിനെ എനിക്ക് അറിഞ്ഞൂടാ, അവർ മേ ബി എന്നും കുളിക്കായിരിക്കാം. പക്ഷെ പിള്ളേരുടെ കാര്യം, കാരണം രാവിലെ ഞങ്ങൾക്ക് 7 മണിക്ക് സ്കൂൾ സ്റ്റാർട്ടാവും, ക്ലാസ് സ്റ്റാർട്ടാകും എന്ന് പറഞ്ഞാൽ 6:30 നമ്മൾ എത്തണം. അപ്പോൾ ആ സമയത്ത് അങ്ങനെ കുളിയുടെ ഒരു സീൻ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു കുളിക്കാറുണ്ടായിരുന്നത്. അതർവൈസ് കുറച്ച് ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് സെറ്റ് ആക്കുമായിരുന്നു. കാരണം പാറി പറന്ന് കിടക്കണം, മുടി അലൗഡ് അല്ലായിരുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ നാട്ടിൽ നിന്ന് മമ്മി എണ്ണ കാച്ചും, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യരുത്, ധാത്രിയുടെ എണ്ണാട്ട. ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട്, ധാത്രിയുടെ ഒരു ബാം ഫോമിൽ ഒരു എണ്ണ വരുമായിരുന്നു, വളരെ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. അതിപ്പോൾ കിട്ടണോ, നല്ല ഡാർക്ക് ഗ്രീൻ കളർ, അത് കിട്ടണോ എന്നുള്ളത് അറിഞ്ഞില്ല കേട്ടോ. ബട്ട് ദാറ്റ് വാസ് സോ ഗുഡ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ദാറ്റ്. ചേച്ചിക്കായിരുന്നു അത് ആക്ച്വലി മേടിച്ചിരുന്നത്. പക്ഷേ ചേച്ചി ഇവൊക്കെ കാര്യങ്ങളിൽ ഒട്ടുമേ കൺസിസ്റ്റൻ്റ് അല്ല. ഞാനും ചേച്ചിയും ഗൈസ് ധർത്തി ആകാശം ഉണ്ടാവില്ലേ, യെസ്, എർത്ത് സ്കൈ എർത്ത്, അതാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ്. അറിഞ്ഞൂടാ, ചില സമയത്ത് ഞങ്ങൾക്ക് ഡൗട്ട് അടിക്കും ദാറ്റ് നമ്മൾ ശരിക്കും സിബ്ലിങ്സ് ആണോ എന്നുള്ളത്. അപ്പോൾ ചേച്ചി പറയുകയും ചെയ്യും, നിന്നെ എവിടെ നിന്നും കണ്ടോ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതാണ്. ചേച്ചിക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. കാരണം നമുക്ക് വേസ്റ്റുള്ള സംഭവം പണ്ടേ ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതെടുത്ത് അങ്ങോട്ട് തേച്ച് തുടങ്ങി. അങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്തെൻ്റെ മുടി വളരണമെന്നുള്ളത്. ഐ മീൻ വാട്ട്, എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടാണോ എന്താണെന്നുള്ളത്. ബട്ട് യെസ്, അത് ശരിക്കും നല്ലൊരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ആയെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ധാത്രിയുടെ നോർമൽ ഹെയർ ഓയിലില്ലേ, അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ശരിയാ, ചേച്ചിയുടെ 12th കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടാ. ചേച്ചിയുടെ കല്യാണ സമയത്ത് ഒരു പുതുക്കിയാൽ മുടി വെട്ടിച്ച് ഗൈസ്. അത് നല്ലോണം വെട്ടിച്ച് ഇത്രയൊക്കെ ആക്കിയിട്ടാ നല്ലോണം ചെറുതാക്കി മുടി, എനിക്ക് ഓർമ്മയുണ്ട്. ബട്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. എന്താണെന്ന് കുറേ നാളിങ്ങനെ ലോങ് മുടി വച്ച് എനിക്ക് ആ ഒരു കൊതിക്ക്. ആക്ച്വലി എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ആ പാർലർ ചേച്ചി എക്സ്ട്രാ വെട്ടി കളഞ്ഞതാണ് ഗൈസ്. യെസ്, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ പിന്നെ എനിക്ക് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം ലുക്ക് നല്ലതായിരുന്നു. അതുകൊണ്ട് പിന്നെ ഓട്ടേന്ന് വെച്ച്. പിന്നെ നാട്ടിൽ പോയിട്ട് ഞാൻ കോളേജിലായിരുന്ന സമയത്ത് ഒന്നാമത് ഇങ്ങനെ എന്താ പറയുക, ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു കോളേജായിരുന്നു എൻ്റെ. അപ്പോൾ ആ സമയത്ത് എപ്പോഴും ഞാൻ മുടി കെട്ടി തന്നെയായിരുന്നു വയ്ക്കാറുണ്ട്, ഇങ്ങനെ പിന്നിട്ട് എപ്പോഴും. അതെനിക്ക് ഞാൻ പല ഹെയർ സ്റ്റൈൽസ് ചെയ്യുമായിരുന്നു, അറിയാമോ. അതൊക്കെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു ആ കാര്യത്തിലൊക്കെ. പക്ഷേ ഞാൻ എപ്പോഴും മുടി പിന്നിട്ട് വയ്ക്കുമായിരുന്നു. അങ്ങനെ 3rd ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും അപ്പോഴും എനിക്ക് നല്ല മുടിയുണ്ട്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയ സമയത്തും എനിക്ക് ഓർമ്മ, എനിക്ക് നല്ല മുടിയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ ഡയറ്റിങ് ഫോളോ ചെയ്ത് ഡ്യൂറിങ് ലോക്ക്ഡൗൺ. യെസ്, അത് എങ്ങനത്തെ ഡയറ്റിംഗ് ആണെന്നറിയാമോ. എനിക്ക് ആ സമയത്ത് അറിഞ്ഞുകൂടായിരുന്നു, കാലറി ഡെഫിസിറ്റ് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ക്രാഷ് ഡയറ്റ് ചെയ്യാൻ പാടില്ല, അതൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ശരിക്കും ക്രാഷ് ഡയറ്റ് ആയിരുന്നു ചെയ്യാറുണ്ട്. ഐ വാസ് ഗിവിങ് മൈ സെൽഫ് വളരെ കുറച്ച് പെട്രോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫുഡ്, അതിൽ ഞാൻ കട്ട എന്ന് പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, ആ കുറച്ച് ഫുഡിൽ എങ്ങനെ ഞാൻ സർവൈവ് ചെയ്തു എന്നുള്ളത്. ബിക്കോസ് ആ സമയത്ത് ഞാൻ ഫുഡ് വളരെ കുറച്ചായിരുന്നു കഴിക്കാറുണ്ടായിരുന്നത്. എന്നാൽ എന്ത് നല്ല എനർജി ആയിരുന്നു. ഞാൻ നല്ലോണം ജോലി ചെയ്യായിരുന്നു, നന്നായിട്ട് കണ്ടിന്യൂ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യായിരുന്നു, വീഡിയോസ് ഷൂട്ട് ചെയ്യായിരുന്നു, പോസ്റ്റ് ചെയ്യായിരുന്നു, റെഗുലർ ആയിരുന്നു ഞാൻ. ബട്ട് അത് ഭയങ്കരമായിട്ട് എൻ്റെ ഹോർമോൺസിനെ ബാധിച്ചു. എനിക്ക് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആക്നെ, നല്ലോണം ആക്നെ വന്നു തുടങ്ങി. കണ്ടുപിടിക്കാനേ പറ്റില്ല, പാലാന്ന് തോന്നി, പഞ്ചസാരയാന്ന് തോന്നി. ഇത് രണ്ടും നിർത്തിയിട്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഹെയർ ഫോൾ ഭയങ്കരമായിട്ട്, ലോങ് ഹെയറാ,
പക്ഷേ ഒട്ടുമേ ഉള്ളില്ല. എനിക്ക് മുടി അങ്ങോട്ട് ഇടാനേ ഭയങ്കര നാണമായിരുന്നു മുമ്പിലേക്ക് അല്ലെങ്കിൽ പുറകെ നിന്ന് കാണിക്കാൻ. കാരണം പിന്നിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു നൂലായിട്ട് എൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടിട്ട് നമുക്ക് എന്നെ തന്നെ റോസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു നേർക്കോലി ആയിട്ടുള്ളൊരു രൂപമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് മുടി വെട്ടിച്ചേക്കാം, എന്നിട്ട് ആദ്യം പോലെ നമുക്ക് തുടങ്ങാം. ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈ ഡെഫിഷ്യൻസി വന്നതിന് ശേഷം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഫുഡൊക്കെ കുറച്ചല്ലോ നല്ലോണം. അപ്പോൾ ഞാൻ പോർഷൻ കൺട്രോൾ ചെയ്ത് ഏതൊരു പൊട്ട വീഡിയോ യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് അവർ പറഞ്ഞ് ദാറ്റ് അവർ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ കഴിക്കണേൻ്റെ 3/4 മാറ്റി 1/4 ആക്കി ഫുഡ്. അങ്ങനെ അവർ വെയിറ്റ് ലോസ് ചെയ്തു. അത് തന്നെ സെയിം ഞാൻ പാലിച്ചു. സോ ദിസ് ഇസ് ദ സൈൻ ഫോർ യു. കണ്ട എല്ലാ വീഡിയോസ് ഫോളോ ചെയ്യാൻ നോക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അറിയാം, അതിനനുസരിച്ച് മാത്രം പാലിക്കുക. ഓക്കെ. ഇൻഫാക്ട് എൻ്റെ കാര്യമായാലും എന്നെ കൂടെ കണ്ണടച്ച് പാലിക്കാണ്ടിരിക്കുക. ബിക്കോസ് എൻ്റെ ലൈഫ് സ്റ്റൈൽ അല്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ. ഇഫ് യു നോ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ പാലിച്ച് എൻ്റെ മുടി മുഴുവൻ പോയി. ആ സമയത്ത് എനിക്ക് തോന്നി എൻ്റെ മുടി വെട്ടിക്കണം, ആദ്യം മുതൽ തുടങ്ങണം എന്നുള്ളത്. ദാറ്റ് വാസ് മൈ വേഴ്സ്റ്റ് ഡിസിഷൻ. ബിക്കോസ് ഞാൻ പോയത് വെറും ഒരു ഹെയർ കട്ടിനായിരുന്നു. പക്ഷെ അവിടുത്തെ ചേട്ടൻ എന്നെ പ്രലോഭിപ്പിച്ചു. ബിക്കോസ് ആളോട് ഞാനിങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഞാൻ കോണ്ടന്റ് ക്രിയേറ്ററാണ്, അപ്പോൾ വീഡിയോയിൽ കുറച്ച് ഭംഗി വരട്ടെ എന്ന് പറഞ്ഞാൽ ആൾ പറഞ്ഞ് മുടി കളറാക്കിക്കോ. അന്ന് ആക്ച്വലി കെരാറ്റിൻ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യിച്ചു. കളർ തന്നെ പെട്ടെന്നൊരു ഇംപ്രോംപ്റ്റു പ്ലാൻ ആയിരുന്നു. സോ ഞാൻ പറഞ്ഞു ഓക്കെ കളർ ചെയ്യാം എന്നുള്ളത്. ആൻഡ് ആ ചേട്ടൻ എന്നെ പറ്റിച്ചു ഗൈസ്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബ്ലീച്ച് വേണ്ട, നല്ലൊരു അടിപൊളി കളർ, എന്തോ കാരമലോ അങ്ങനത്തെ എന്തോ ഒരു നല്ലൊരു ബ്രൗൺ കാരമൽ അങ്ങനത്തെ എന്തോ ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ. അത് ഷെയ്ഡ് സൂപ്പറാണ്, നിങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? യെസ്, ദാറ്റ് ചകിരി. ആ കളറൊക്കെ ചെയ്യിപ്പിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ കളേർഡ് ഹെയറിനോട് ഭയങ്കര യൂസ് ടു അല്ല. ഞാൻ ഒരിക്കലും എൻ്റെ മുടിമ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. സോ ദാറ്റ് വാസ് വെരി ന്യൂ ടു മീ, മനസ്സിലായ? അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ചിങ്ങനെ ഇതായിപ്പോയി. അയ്യോ, അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടി കട്ടപ്പോയി. ചകിരി എന്ന് പറഞ്ഞാൽ ചകിരി. ആ ചകിരി കാരണം മുടി നടുക്കീനെ പൊട്ടി പോവാണ്. അതൊക്കെ കഴിഞ്ഞ് എനിക്കൊന്നും ആ ഒരു മുടിയുടെ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇവിടെ വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് എൻ്റെ മുടിമ ഒരു ചേഞ്ച് കണ്ടില്ല. ഞാനും ഇൻഫാക്ട് എൻ്റെ മുടിമ പെട്ടെന്നൊരു ചേഞ്ച് കണ്ടത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഏപ്രിൽ സമയത്ത് വൃന്ദാവൻ പോയിരുന്നു. വൃന്ദാവനിൽ വെച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ മുടി കെട്ടാന്നുള്ളത് വിചാരിക്കുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത് എൻ്റെ മുടിയുടെ ലെങ്ത്ത് എൻ്റെ ഹിപ്പ് ലെവലിൻ്റെ താഴെ. ഇതെന്ത് പറ്റി പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല സത്യം പറഞ്ഞാൽ. നിങ്ങൾ പറയുമായിരുന്നു കമൻസിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി ഹെയറിൻ്റെ ക്വാളിറ്റി കാരണമായിരിക്കും പറയണത്. ബട്ട് എനിക്ക് നല്ലോണം ലെങ്ത്ത് വെച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയി ഗൈസ്. പിന്നെ എനിക്ക് തോരെ കമൻറ്റ് വന്ന് തുടങ്ങി. ബിക്കോസ് ഇപ്പം ഞാൻ നല്ലോണം എൻ്റെ ഓൾഡ് സ്കൂൾ രീതിയിൽ നന്നായിട്ട് ഞാൻ ആലോചിച്ച് ദാറ്റ് ആ സമയത്ത് എൻ്റെ റൂട്ടീൻ എങ്ങനെയായിരുന്നു. ആൻഡ് അപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആൻഡ് അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഒരു നല്ലൊരു സിമ്പിൾ ഹമ്പിളായിട്ടുള്ളൊരു ഹെയർ കെയർ റൂട്ടീനാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നല്ല തിക്ക് ആൻഡ് ലോങ് ആയിട്ടുള്ള ടച്ച് വുഡ് പ്ലീസ് ഗൈസ്, ടച്ച് വുഡ്. റിയലി ലവ് യുവർ വീഡിയോസ് ചേച്ചി. റിയലി യുവർ വീഡിയോസ് ആർ മച്ച് ഇൻട്രസ്റ്റിംഗ്. ഹെയർ കെയർ റൂട്ടീൻസ് ഒരുപാട് ചെയ്യോ? കുറേ ചെയ്യാൻ പോലെ. എന്തൊക്കെ ഞാൻ ചെയ്യണുണ്ടെന്നുള്ളത് ആക്ച്വലി എൻ്റെ ആഗ്രഹം തന്നെ ഒറ്റ റൂട്ടീൻ അങ്ങോട്ട് ചെയ്ത് ഒതുക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യണ പുറകെയുള്ള കംപ്ലീറ്റ് ഇത് പറഞ്ഞുതരാമെന്നുള്ള എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഞാൻ വെറുതെ പറഞ്ഞു നിങ്ങളോട് ഈ എണ്ണ യൂസ് ചെയ്താൽ മതി. അതെങ്ങനെ യൂസ് ചെയ്യണം, എപ്പോൾ, എങ്ങനെ യൂസ് ചെയ്താലാണ് ഒന്നും കൂടെ പണി കിട്ടണേ. യെസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. ദാറ്റ് ഡസൻറ്റ് മീൻസ് ഞാനൊരു ഡോക്ടർ അല്ലെങ്കിൽ എനിക്ക് ഡോക്ടറിൻ്റെ വല്ല വിവരം. നോ, അത് വേറൊരു കാര്യമാണ്, ഇത് വേറെ കാര്യം. ഞാൻ ചെയ്യണത് ഹെയർ കെയർ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ബാക്കി എന്തെങ്കിലും നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ടുള്ള ഹെയർ റിലേറ്റഡ് പ്രോബ്ലം ആണെങ്കിൽ അത് നമുക്ക് ഡോക്ടർ തന്നെ വേണം ഗൈസ്. ഡോക്ടറുടെ സ്ഥാനം ആർക്കുമേ എടുക്കാൻ പറ്റമാട്ടെ. ഹെയർ കട്ട് ചെയ്യുമ്പോൾ പ്രാർത്ഥന ഉണ്ട് പറഞ്ഞില്ലേ? അത് നിങ്ങളെന്നോട് ചോദിച്ചില്ല, ഇപ്പോഴാണ് ചോദിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പ്രാർത്ഥനയുണ്ട്. ഒന്ന് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ അമാവാസ്യ ഉണ്ടാവില്ലേ, ഈ മനസ്സിലായില്ലേ, ഇരുട്ടുള്ള രാത്രി. യെസ്, അത് കഴിഞ്ഞ് പതുക്കെ ന്യൂ മൂൺ വരൂലേ. അപ്പോൾ അമാവാസ്യ ഇപ്പം എന്നാണോ വന്നോട്ടെ, അത് കഴിഞ്ഞ് വന്ന ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ, മിക്കതും ഞാൻ യൂസ് ചെയ്യണ വെള്ളിയാഴ്ചയാണ്. പക്ഷേ ബുധനാഴ്ച നിങ്ങൾക്ക് ചെയ്യാം. ഈ 2 ദിവസം ഹെയർ കട്ട് ചെയ്യണത് നല്ലതാണ്. അതിനകത്ത് ഒന്നും കൂടെ നല്ലത് ഈ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആ ഒരു സമയത്തൊക്കെ മുടി വെട്ടണം നല്ലതാണ്. ട്രിമ്മൊക്കെ ചെയ്യണം, വളരെ നല്ലതാണ് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ഓസ്പീഷ്യസും കൂടിയാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. കാരണം ചില ദിവസങ്ങൾ നമ്മൾ ശരിക്കും മുടി വെട്ടാൻ പാടില്ല. ഇറ്റ് ആക്ച്വലി അഫക്റ്റ് സംതിങ് എന്തൊക്കെ. ബട്ട് യാ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ മുടി വെട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഓം ഓം ഓം
ഓം കേശായ ദീർഘായ പരസുന്ദരായ ഓം. ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് വച്ചുകൊണ്ട് നിങ്ങൾ മുടി വെട്ടിയാലും മതി, അത് ചൊല്ലിയും കൊണ്ട് മുടി വെട്ടിയാലും നല്ലതാണ്. നല്ല ഓസ്പീഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ എനർജി ആ ഒരു പോസിറ്റീവ് ആക്കും. നമ്മുടെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അനുകൂലമാക്കും, അതാണ് ഉദ്ദേശിക്കണേ. സോ സംതിങ് എന്തോ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിനൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ഡു ഇറ്റ്. എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർസ്റ്റിഷ്യസ് അല്ല ഞാൻ. ഇപ്പം ഞാൻ പണ്ടിൽ ഈ തുത്തു അതൊക്കെ ഭയങ്കരമായിട്ട് പറയുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഞാൻ നല്ലോണം വിടോട്ട് വരി ഹെയർ കെയർ വീഡിയോ എല്ലാം കൊണ്ടുവരും. കാരണം അതിനെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് തുടങ്ങി തല മൊട്ട ആവണതിന് മുമ്പ് ദയവേത് ഹെയർ കെയർ റൂട്ടീൻ ചെയ്യും, ഞാൻ ചെയ്യാം. ഓക്കെ.